കോൺഗ്രസിന് പോലും ഒരു വലിയ വിഷമമുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഒന്ന് രണ്ട് വാക്കുകൾ ചോദിക്കാതെ ഇങ്ങനെ ഇരിക്കുന്ന ലീഗിനോട് ബഹുമാനപ്പെട്ട സയ്യിദ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ തെറി വിളിക്കുന്നത്, കോലം കത്തിക്കുന്നത്, കയ്യ് വെട്ടുമെന്ന് പറയുന്നത്, കാല് വെട്ടുമെന്ന് പറയുന്നത്, വളരെ മോശമായ രീതിയിൽ ലീഗിനെ വർഗീയ പാർട്ടിയായി ചിത്രീകരിക്കുന്നത്, അതിന്റെ നേതൃത്വത്തിൽ ഇരിക്കുന്ന തങ്ങളെ വർഗീയവാദിയായി ചിത്രീകരിക്കുന്നത്. എന്നിട്ട് ഷാഫി ചാലിയത്തിന് ഒരക്ഷരം മിണ്ടാനില്ല. കല്ലായിക്കാക്കാന്റെ നാവ് ഇറങ്ങിപ്പോയിരിക്കുകയാണ്. മായൻ കാക്കാന്റെ തലയിൽ ഇടിവെട്ടിയിരിക്കുകയാണ്. സമസ്ത എന്തെങ്കിലും പറഞ്ഞാലേ ഇവർക്ക് പ്രശ്നമുള്ളൂ. സമസ്ത എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ സമസ്തയുടെ സ്റ്റേജ് ആണെന്നൊന്നും ഞങ്ങൾ നോക്കൂല. കയറി വന്ന് ഞങ്ങൾ മേയുന്ന പറഞ്ഞത്. അപ്പൊ സാദിഖ് അലി തങ്ങളുടെ കോലം കത്തിച്ച ദിവസങ്ങൾ കഴിഞ്ഞു. ഇവർക്ക് ആർക്കും പ്രതിഷേധമല്ല, ഇവർക്ക് ആർക്കും പരാതിയില്ല. ഇനി നമുക്ക് ഇതൊന്ന് കേട്ടു നോക്കാം. വേദിക്ക് കയറി വരാൻ ധൈര്യമില്ലാത്തവരൊന്നല്ല ഞങ്ങൾ. ഒന്ന് മനസ്സിലാക്കിക്കോ, വല്ലാതെ കളിക്കണ്ട. നിങ്ങളെ രക്ഷിക്കാൻ ഒരു CPI-മാരും കഴിയില്ല. ഞങ്ങളെ യുവാക്കളെങ്ങാനും ഇറങ്ങി പുറപ്പെട്ടാൽ അത് എവിടെ വരെ എത്തുമെന്ന് ഞങ്ങൾക്ക് കേട്ടില്ലേ? ഇതുപോലെ സമസ്തയുടെ വേദിയാണെന്നൊന്നും ഞങ്ങൾ നോക്കില്ല. ഞങ്ങളുടെ ചെറുപ്പക്കാർ യുവാക്കൾ അങ്ങ് ഇറങ്ങി വന്ന് തീർത്ത് കളയുന്ന പറയുന്നത്. അതുകൊണ്ട് ഉസ്താദുമാര് മൊയ്ലിയാക്കന്മാര് സൂക്ഷിച്ചിരുന്നോ? എന്തിന്റെ പേരില് ഒരു മോശമായിട്ടോ അല്ലെങ്കിൽ ഒരു അനാവശ്യമായിട്ടോ തങ്ങളെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. എന്നിട്ടാണ് ഈ വെല്ലുവിളിയും കൊലവിളിയും. എന്നാലും തങ്ങളെ പച്ച തെറി പറയുന്നത്, തങ്ങളുടെ കോലം കത്തിക്കുന്നത്, അപമാനിക്കുന്നത്, അപഹസിക്കുന്നത്. എന്നിട്ട് ഷാഫിക്കും മിണ്ടാട്ടല്ല. പാണക്കാട് കുടുംബത്തിനെതിരെ തോന്നിയാസം പച്ചയ്ക്ക് ഇയാൾ പറയുകയാണെങ്കിൽ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാരുണ്ട്, സമസ്തയിലെ തന്നെ പ്രവർത്തകന്മാരുണ്ട്. അവർ ഏത് രീതിയിലാണ് പെരുമാറാൻ പറയാൻ പറ്റില്ല. ക്ഷമിക്കുന്നതിന് വളരെ അതിന് വളരെ പരിധിയുണ്ട്. അത് സമസ്തയിലും സമസ്ത എന്തെങ്കിലും പറഞ്ഞാൽ തോന്നിവാസവും വെള്ളാപ്പള്ളിയും ടീമും പറഞ്ഞാൽ അത് മധുവും ആയിക്കോട്ടെ. കാരണം പാണക്കാട് കുടുംബത്തിനാണ് ആ പരിമിതി ഒരു ദുർബലതയായിട്ട് മേക്കിട്ട് കയറാൻ വന്നാൽ കളിക്കുന്നവന്റെ ട്രൗസർ അഴിച്ചിട്ട് ഞങ്ങളുടെ വർത്താനം ഏർപ്പാട് നിർത്തുള്ളൂ. എല്ലാവരോടാണ് മനസ്സിലാവുന്നുണ്ടല്ലോ നിങ്ങൾക്ക്. അപ്പൊ എല്ലാവരോടുള്ള വർത്താനാണ്. ട്രൗസർ ഊരിട്ടേ കളി നിർത്തുള്ളൂ. പാണക്കാട് തങ്ങന്മാരോട് കളിക്കാൻ നിൽക്കരുത്. ഇത് മുന്നേ പറഞ്ഞതാ, ഇത് സമസ്തക്കെതിരെ പറഞ്ഞതാ. ഇനി ഇപ്പൊ പറഞ്ഞത് നമുക്കൊന്ന് കേട്ടു നോക്കാം. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? SNDP തെമ്മാടികൾ, അങ്ങനെ തന്നെ പറയാം. വെള്ളാപ്പള്ളി നടേശനെ ന്യായീകരിക്കുന്നില്ല. തെമ്മാടികളായ വർഗീയവാദികളായ SNDP-ക്കാര് നമ്മുടെ ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങളുടെ കോലം കത്തിച്ചതുമായിട്ട് ഷാജിക്കാക്ക് എന്താണ് പറയാനുള്ളത്? നമുക്ക് അവരെ ട്രൗസർ ഊരണ്ടേ? അവരെ നിരക്ക് നിർത്തണ്ടേ? താങ്കൾ പറയൂ. സാദിഖ് അലി തങ്ങള് മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ നേതാവാണ്. അദ്ദേഹത്തെ വിമർശിക്കുന്നതിനോ ഒരു രാഷ്ട്രീയ നേതാവിന്റെ കോലം കത്തിക്കണമെന്നോ വലിയ അപരാധമായും മഹാപ്രശ്നമായും അതിനെ ഒരു തരത്തിലുള്ള കുഴപ്പമായിട്ട് എടുക്കാൻ ഞങ്ങൾ എന്തായാലും തയ്യാറ്. എന്നാലും എന്റെ പൊന്നാര ഷാജിക്ക, ഞങ്ങളെല്ലാ പ്രതീക്ഷയും കാണും. നിങ്ങൾ വെറും നാക്കാലിയായിട്ട് കാണല്ലേ നിങ്ങള്. അന്ന് രാഷ്ട്രീയ നേതാവല്ല അല്ലേ? ഇപ്പൊ രാഷ്ട്രീയ നേതാവാണ്. ആയിക്കോട്ടെ, മുണ്ടണ്ട, നമുക്ക് മുണ്ടാണ്ടിരിക്കുക. അതാ നമ്മളെ സേഫ്റ്റി അല്ലേ. ഉസ്താക്കന്മാരെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തുവാണെങ്കിലും പറയാം. ഓരോ നന്നത്ത് കയറാം. പക്ഷെ എല്ലാം നന്നത്ത് കയറി നമുക്ക് എട്ടിന്റെ പണി കിട്ടും. അപ്പൊ നമുക്ക് ആ മന്ത്രി കസേരയൊക്കെ കിട്ടിയാലും മുണ്ടാണ്ട് അവിടെ കുത്തിയിരുന്ന് 10 രൂപ ഉണ്ടാക്കാൻ നോക്കാം. നമുക്ക് അതാണ് നമുക്ക് സേഫ്.